ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വിധിപ്രകാരമുള്ള പരിഹാരക്രിയകള് ഇന്ന് നടക്കുക. ഇന്ന് നടക്കുന്ന കർമ്മങ്ങള് നാഗദൈവങ്ങൾ സ്വീകരിക്കണേ. ചടങ്ങുകളും പുള്ളവും പാട്ടും മുടക്കമില്ലാതെ അങ്ങ് പോണേ. ഉദയേട്ടനൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ വീട്ടില് ഏത് പ്രധാനപ്പെട്ട കാര്യം നടക്കുമ്പോഴും അമ്മയും നന്ദേട്ടനും തമ്മില് രഹസ്യമായി എന്തൊക്കെയോ സംസാരിക്കാറുണ്ട്. അതിപ്പോ ഇന്നും നിലയും തുടങ്ങിയൊന്നുമല്ലോ. അമ്മയ്ക്ക് മനസ്സിൽ എന്തെങ്കിലും തോന്നിയാ ഒരു തീരുമാനം വേണമെങ്കിൽ അളിയന്റെ അഭിപ്രായമാണ്. അളിയന് നേരെ തിരിച്ചു. അതൊന്നുമല്ല, അവര് തമ്മില് പറയുന്നത് അതൊന്നുമല്ല. ഈ കുടുംബത്തെ സംബന്ധിക്കുന്ന എന്തോ ഒരു രഹസ്യം. രഹസ്യോ? ആ, നമ്മൾ ആരും അറിയാത്ത എന്തോ ഒരു കാര്യത്തിന് അമ്മയും നന്ദേട്ടനും ഒക്കെ വല്ലാതങ്ങ് പേടിക്കുന്നുണ്ട്. അതെന്താണെന്ന് എനിക്ക് വ്യക്തമല്ല. പക്ഷെ അവരുടെ സംസാരത്തിൽ അതുണ്ട്. അവനിപ്പോ എന്ത് ചെയ്യാനാ? അളിയനോടോ അമ്മയോടോ ഇപ്പൊ ചെന്നത് ചോദിക്കാൻ പറ്റുമോ? അസലായി. ആര് പറഞ്ഞു ചോദിക്കണോന്ന്? ഇനി മുതൽ അവരെ രണ്ടുപേരെയും ഒന്ന് കൃത്യമായി നോക്കിയാ മതി. എന്താണെന്ന് നമുക്ക് പിടിക്കാൻ പറ്റും. അമ്മ, ഞാനൊരു കാര്യം പറയട്ടെ. അമ്മ പറയുന്നത് നേരാ. മുത്തശ്ശി പേടിക്കുന്ന രഹസ്യം എന്താണെന്നുള്ളത് എനിക്കറിയാം. എന്താ? ഇതെല്ലാം കാണിക്കുന്നത് ഉഗ്രമൂർത്തികളായ രണ്ട് നാഗങ്ങളുടെ സൂചനയാണ്. അത് രണ്ടും തറവാടിനെ ലക്ഷ്യം വെച്ചിരിക്കുന്നു. അന്നു മുതലും എനിക്ക് സംശയം തോന്നിയതാ അമ്മേ. ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടും നീ എന്താ എന്നോട് ഇതൊന്നും പറയാതിരുന്നേ? അത് പിന്നെ മന്ത്രവാദിയുടെ അടുത്തൊക്കെ പോയിന്ന് പറയുമ്പോ അമ്മ ദേഷ്യപ്പെടുന്നു കരുതി. മോള് പറഞ്ഞ നിലയ്ക്ക് കാര്യങ്ങൾ കുറച്ച് സീരിയസ് ആണല്ലോ നിർമ്മലേ. അതെ, എന്തൊക്കെയോ കുഴപ്പങ്ങൾ നമ്മുടെ തറവാട്ടിലുണ്ട്. ആർക്കറിയാം, ചിലപ്പോ ആ കുഴപ്പങ്ങളായിരിക്കും നമ്മളെ സഹായിക്കാൻ പോകുന്നത്. മോളെ, വെളിച്ചം കിടക്കാത്ത മുറിയാണെങ്കിൽ പോലും അതിനകത്ത് നിന്റെ അമ്മയുടെ നോട്ടം കിടക്കും. എന്റെ ഇത്രയും കാലത്തെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാ. ഞാനത് കണ്ടുപിടിക്കൂ ദേട്ടാ. അങ്ങനൊരു രഹസ്യം അമ്മയും ഏട്ടനും കൂടി ഒളിപ്പിക്കുന്നുണ്ടെങ്കില് അതെനിക്ക് തിരിച്ചറിഞ്ഞേ പറ്റൂ. അത് തിരിച്ചറിഞ്ഞാ പിന്നെ അമ്മയോ ഏട്ടനോ എന്നോടൊന്നും കൽപ്പിക്കില്ല. പകരം ഞാനായിരിക്കും അവരെ രണ്ടുപേരെ അനുസരിപ്പിക്കാൻ പോകുന്നത്. വരട്ടെ. ഗോപാലേട്ടാ ചതിച്ചു. എന്ത് പറ്റി? ആ മേഡം ദേ ഇങ്ങോട്ട് വരുന്നു. സിത്താര മേഡം? അല്ല, ആ കൂടെയുള്ള പെണ്ണ് സിനി. ഉറപ്പാ ഗോപാലേട്ടാ, നമ്മള് വേഷം മാറി നിൽക്കുന്നതൊക്കെ അവിടെ പിടിച്ചിട്ടുണ്ട്. അതൊന്നും ആവില്ല. ഒന്നെങ്കിൽ കൃഷ്ണമോളെ അവിടെ കൊണ്ടുപോയതൊക്കെ അവരറിഞ്ഞു, അല്ലെങ്കിൽ ഫോട്ടോ എന്തോ കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. ഗോപാലേട്ടോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ വേണ്ട വേണ്ടെന്ന്. ഹലോ, ഇവിടെ ആരുമില്ലേ? ഹലോ. അതെ, എന്നെ ഇപ്പൊ അവര് കണ്ട പ്രശ്നാവും. ഇവിടെ ആരുമില്ലേ? ഗോപാലേട്ടൻ ഞാൻ എല്ലാം തലയിലെടുത്ത് വെച്ചതാ. ദേ, എന്താന്ന് വെച്ചാ പോയി സമാധാനം പറഞ്ഞോ. അല്ല സുനന്ദ, ഞാനിപ്പോ പോയാല് ഒന്നും പറയണ്ട. ചെല്ല് 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 ഗോപാലേട്ടാ, ചെല്ല്.
ശോ, ദൈവമേ, എന്തൊക്കെ സംഭവിക്കും എന്തോ. നിങ്ങളുടെ പേര് ഗോപാലൻ എന്നല്ലേ? അതെ. നിങ്ങളുടെ കൂടെ ലോട്ടറി വിൽക്കുന്ന ഒരു പെൺകുട്ടിയില്ലേ, അതാരാ? എന്റെ കൂടെ അങ്ങനെ പ്രത്യേകിച്ച് ആരുമൊന്നും ഇല്ല മാഡം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു പെൺകുട്ടി സഹായിക്കാനൊക്കെ. അതാ ചോദിച്ചേ, ആരാ പെൺകുട്ടി, എവിടെയുള്ളതാ? അതെന്റെ നാട്ടിലുള്ളതാ. ആ പെൺകുട്ടിയെ കുറിച്ച് വിശദമായിട്ട് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. നിങ്ങൾ എന്റെ കൂടെ ഒന്ന് വരണം. സീതാരാം മാമിന്റെ അടുത്തേക്ക്, ഗാഥ ഇൻഡസ്ട്രീസിന്റെ ഉടമ. എന്താ, വരാൻ ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ മാഡത്തിനോട് ഇങ്ങോട്ട് വരാൻ പറയാം. വേണ്ട, ഞാൻ വരാം. ഞാനൊന്ന് പറഞ്ഞിട്ട്. ഉം. അയ്യോ, സംഗതി കൃഷ്ണയുടെ കാര്യം ചോദിക്കാൻ തന്നെയാ. എന്നോട് സിത്താര മാഡത്തിന്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞിരിക്കുക. നിങ്ങൾ ചെല്ലാന്ന് പറഞ്ഞോ? ചെന്നില്ലെങ്കിലേ അവര് മാഡത്തിനെ കൂട്ടി ഇങ്ങോട്ട് വരും. അത് അതിനും വലിയ അപകടമല്ലേ? അയ്യോ, സുനന്ദേ, ഞാൻ പോയിട്ട് വരാം. ഇടയ്ക്ക് നീ എന്നെ ഒന്ന് വിളിക്കണേ. ഒന്ന് മിണ്ടാതിരുന്നേ. കൃഷ്ണയുടെ കാര്യം സിത്താര മാഡം അറിയണമെന്ന് നമ്മൾ കരുതി. അത് അറിയുകയും ചെയ്തു. ഇനി അത് നല്ലതിനായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കും. നീ ഒരു ഷർട്ടിങ് എടുത്ത്, ഞാൻ പോയിട്ട് വരാം. എന്റെ പൊടിച്ചൊരു അങ്ങോട്ട് ഭഗവതി, ഈ പോണ ഷേപ്പിൽ തന്നെ ഇങ്ങോട്ട് വരണ്ടേ. പോവാം മേഡം. ഞാൻ എന്റെ വണ്ടി വന്നാ മതിയോ, അതാ കാറിൽ വേണ്ട, വരണം? ഒന്നിച്ചു പോവാം. കേറിക്കോ. ഓ, എന്റെ മുടിച്ചനങ്ങോട്ട് ഭഗവതി കാത്തോണേ. ദൈവമേ, ഒന്നും വരുത്തല്ലേ. ദൈവമേ, എന്നും കൈകൂപ്പി യാചിക്കുന്നത് കളരിക്കൽ തറവാടിന്മേലുള്ള ശാപത്തിൽ നിന്ന് മോക്ഷം കിട്ടാനാ. വിധിപ്രകാരമുള്ള പരിഹാരക്രിയകള് ഇന്ന് നടക്കുക. ഇന്ന് നടക്കുന്ന കർമ്മങ്ങള് നാഗദൈവങ്ങൾ സ്വീകരിക്കണേ. ചടങ്ങുകളും പുള്ളവും പാട്ടും മുടക്കമില്ലാതെ അങ്ങ് പോണേ.